എടാ ഇത് ഞെക്കാനേ അകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടാ. കുടുംബക്കലാവോ ഇത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ റിയലൈസേഷനും മാത്രമല്ല ആ പറഞ്ഞതിന്റെ രീതി. ഇത് നമ്മൾ എന്തായാലും വെളിവാക്കണം. ഇവിടെ പറഞ്ഞു ഹലോ, ഇത് ഞെക്കിയാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. വല്ല അറിവുണ്ടോ? അങ്ങനെ അന്ന് അച്ചു പറഞ്ഞ മോഡൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാ, അപ്പൊ ഇവൻ നേരത്തെ ചോദിച്ചു ആ നെടി കേറുമ്പോ നമുക്ക് ഇന്ന സാധനം എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതാ. അപ്പൊ മൈക്ക് ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറയാം ഇത് ഞെക്കിയാല് ഉത്തരം പറഞ്ഞാലേ കേറാൻ പറ്റത്തുള്ളൂ. അല്ലായിരുന്നു മോഡുലേഷൻ. ഇപ്പൊ പറഞ്ഞപ്പോ ഇത് ഞെക്കിയാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതല്ല, ഇത് ഞെക്കിയാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. മറന്നുപോയതാ ആ മോഡുലേഷൻ കേട്ടോ. അയ്യോ അതിനൊക്കെ പറഞ്ഞ് ശരിയായിക്കള. നമുക്ക് തൽക്കാലം ലൈറ്റ് ആക്കാം. അഞ്ചു ഒരു പാട്ട് പാടിയാൽ വേണം ഇത് വിട്ടേക്ക്. നീ പാടുന്നോ? ആദ്യം പാടൂല്ലേ? അത് പാടും ചെറുതായിട്ട്. എന്നാ പാടും. പിന്നെ നമുക്ക് അഞ്ചുന്റെ പാട്ട് നമ്മൾ പിന്നെ കേൾക്കുന്നല്ലേ, നീ പാടിക്കോ. അല്ല നീ പാടുമ്പോ ഒരു ഡിബേറ്റ് ആക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ സാധാരണഗതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പറയുന്നത്, ഇത് മറ്റേ സീനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അടുത്ത്. അതെ പാടോ, പാടിയിട്ട് കരയോ എന്നൊക്കെ. ഈ കരച്ചിലിന്റെ കഥ നമുക്ക് പറയണമല്ലോ അല്ലെ? എന്തായിരുന്നു പറ്റിപ്പോയ അബദ്ധത്തിൽ അകലത്തിലാണോ? അല്ല മറ്റേ ഒരു കുറ്റബോധം തോന്നി ഒരു കമന്റ് ഉണ്ടായിരുന്നു. എന്റെ EMIയുടെ SMS വന്നാണ് ഫോണിൽ പെട്ടെന്ന്. അപ്പൊ അത് കണ്ട് പേടിച്ച് EMIയുടെ SMS വന്നോ? ഒരു കമന്റ് വന്നോ? ഇല്ല, ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഇനി ഒരു ഹോപ്പോ ഒന്നും ഉണ്ടാവുന്ന നമ്മൾ വിചാരിച്ച ആൾക്കാരല്ല. ബോത്ത് വർ ഹേർട്ട്. അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ വരി എന്ന് പറയുന്ന ഒരു നാൾ കിനാവ് പൂത്തിടും, അതിൽ നമ്മൾ ഒന്ന് ചേർന്ന് വി നെവർ തോട്ട് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള ആ ഒരു മൊമെന്റില് എന്നോട് സ്നേഹം കൊണ്ട് കരഞ്ഞാന്ന് പറയടാ. റിലേഷൻഷിപ്പില് ഹേർട്ടായി, ഇനി ഇത് സംഭവിക്കും അങ്ങനെയും പറയാം. ലിറിക്സ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ലിറിക്സ് ആണ്. വിനായക് ശശികുമാർ അല്ലേ? അല്ല ഞങ്ങൾ ആ പ്രാക്ടീസ് ചെയ്തായിരുന്നു കല്യാണത്തിന് മുന്നേ. അപ്പൊ ഞാൻ ഇവളുടെ ചോദിച്ചു ഇത് പാടണോ, ഇത് പാടിയാ ചിലപ്പോ വിഷയമാകും. ഇവള് പറയാ കുഴപ്പമൊന്നുമില്ല നീ പാടിക്കോ. പകുതി എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പോവും, കയ്യിന്ന് പോവും. പക്ഷെ കയ്യിന്ന് പോയി. ബ്യൂട്ടിഫുൾ മൊമെന്റ് എനിക്ക് തോന്നി. അതൊരു മറ്റേ ഇതാണ്, മറ്റേ പ്രൊക്ലമേഷൻ ഓഫ് ലവ് ആണ്. നമുക്ക് ആ പാട്ടിലൂടെ കിടക്കാം. കരയരുത്. ഒരു നാൾക്കിനാവ് പൂത്തിടും, അതിൽ നമ്മളൊന്നു ചേർന്നിടും, പിറാക്കൾ പോലെ ദീവഴി നിലാവിൽ പാറിടും, നിനക്കു തണലായി ഞാൻ, നിനക്കു തുണയായി ഞാൻ, പല കനവുകൾ പകലിരവുകൾ നിറമണിയുമീ കഥ എഴുതുവാൻ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. ആരാധിക്കേ മഞ്ഞുതീരും വഴിയരികേ. കരഞ്ഞു, കുഴപ്പമില്ല. ഇതാ ഉദ്ദേശിച്ചത്. പക്ഷെ അത് പകുതിക്ക് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.